പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങൾക്കും ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമ സംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുന്നു. കർത്താവേ, 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. ഈശോ ഇന്നീ പ്രാർത്ഥനയുടെ കുരിശിൻ്റെ ഒരു ആശീർവാദം കിട്ടിയിട്ട് തങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെയാണ് ഈശോ ഞാനിപ്പോൾ പ്രധാനമായിട്ട് ഓർക്കുന്നത്. ഇന്നത്തെ യാത്രകളെല്ലാം ഞാൻ ആശീർവദിക്കുന്നു. നിൻ്റെ ഓരോ സംസാരവും നീ ആരോടൊക്കെ നിന്ന് സംസാരിച്ചാലും അതെല്ലാം നിനക്ക് അനുകൂലമായി വരാൻ ഞാൻ ആശീർവദിക്കുന്നു. നീ രേഖകൾ ഒപ്പിടുമ്പോൾ കർത്താവിൻ്റെ ആശീർവാദം ഞാൻ നിനക്ക് നൽകുന്നു. നീ ഒരു പുസ്തകം വായിക്കുമ്പോൾ, നീ എഴുതുമ്പോൾ, നീ ഒരു രേഖ കൈമാറുന്നത് എല്ലാ പ്രക്രിയകളെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. നീ ഇന്ന് ആശുപത്രിയിലാണ് പോകണമെന്നുണ്ടെങ്കിൽ നിൻ്റെ ഡോക്ടർ നിൻ്റെ വിഷയങ്ങളെല്ലാം കേൾക്കുകയും കൃത്യമായ മരുന്ന് നിനക്ക് നിശ്ചയിച്ചു തരികയും
കൃത്യമായ പ്രിസ്ക്രിപ്ഷൻ നൽകുകയും നല്ല ഡയഗ്നോസിസ് നടക്കാൻ വേണ്ടി, ഷാർപ്പ് ഡയഗ്നോസിന് വേണ്ടി എല്ലാ രോഗികളെയും ഈശോ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവേ, നീ കഴിക്കുന്ന ഭക്ഷണം ഇന്ന് നീ ചിലപ്പോൾ പ്രാർത്ഥിക്കാതെ കഴിക്കാമായിരിക്കും, പെട്ടെന്ന് കഴിക്കുമായിരിക്കും, സാരമില്ല. എങ്കിലും നീ ഓർത്താലും ഓർത്തില്ലേലും നീ ഇന്ന് കഴിക്കാൻ പോകുന്ന മുഴുവൻ ഭക്ഷണപദാർത്ഥങ്ങളെ, നീ ഇന്ന് കുടിക്കാൻ പോകുന്ന മുഴുവൻ പാനീയങ്ങളെ, ശുദ്ധവെള്ളം ഉൾപ്പെടെ കർത്താവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തെ ആശീർവദിക്കുന്നു. നിൻ്റെ ഡ്രസ്സുകളെ ആശീർവദിക്കുന്നു. നീ ഇന്ന് കർത്താവ് നിനക്ക് നീ ഇന്ന് ഉപയോഗിക്കുന്ന എല്ലാ ഓർണമെൻറ്റ്സുകളും കർത്താവ് ആശീർവദിക്കട്ടെ. നീ എവിടെയെല്ലാം പോകുന്നു, ആരോടെല്ലാം സംസാരിക്കുന്നു, ഇതെല്ലാം സ്ഥലങ്ങളിലേക്ക് പോകുന്നു, ഏതെല്ലാം വാഹനങ്ങൾ ഉപയോഗിക്കുന്നു, ഇതെല്ലാം വാഹനങ്ങൾ പൊതുവായാലും സ്വന്തമായാലും എല്ലാം നീ ആരോഗ്യത്തോടെ സുരക്ഷിതമായി തിരിച്ചു വരുന്നവരെ നിൻ്റെ യാത്രയെ ഞാൻ ആശീർവദിക്കുന്നു. നീ ഉത്കണ്ഠപ്പെടുന്ന വ്യക്തികൾ, സങ്കടപ്പെടുന്ന സാഹചര്യങ്ങൾ, അവർ തരുമോ ഇല്ലയോ എന്നുള്ള വിഷമങ്ങൾ, ജയിക്കുമോ ഇല്ലയോ എന്നുള്ള ആശങ്കകൾ, പിന്നെ വിവാഹ ഒരുക്കത്തിന് വേണ്ടി പോണവർ, വിവാഹ സമ്മതത്തിന് വേണ്ടി പോണവർ, ജീവിത പങ്കാളെ കാണാൻ വേണ്ടി പോകുന്നവർ, എൻ്റെ കാഴ്ചകൾ, സംസാരങ്ങൾ എല്ലാം ആസ്വദിക്കുന്നു. പണത്തിന് വേണ്ടി പോകുന്നവർ, പണം വാങ്ങിക്കാൻ വേണ്ടി പോകുന്നവർ, ജോലി വാങ്ങിക്കാൻ വേണ്ടി പോകുന്നവർ, വീട് വെക്കാൻ പോകുന്നവർ, വാഹനം വാങ്ങിക്കാൻ പോകുന്നവർ, എന്തെല്ലാം സംരംഭങ്ങൾക്ക് വേണ്ടി ദൈവപൈതലെ നീ പോകുന്നു. എൻ്റെ 40 വർഷത്തെ കൃപാന്റെ യോഗ്യതയാണ്. കൃപാസ്ഥാനത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ യേശുനാമത്തിൽ നീ തിരിച്ച് സുരക്ഷിതനായി സുരക്ഷ വരുന്നവരെ കർത്താവ് നിന്നോട് കൂടെ. കേരളത്തെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും നമ്മുടെ സാമൂഹ്യ പൊതുബോധത്തെ ഇന്നോവേറ്റ് ചെയ്യാൻ പരിശ്രമിക്കുകയും ചെയ്ത ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു നടനായിരുന്നു ഈ ശ്രീനിവാസൻ എന്ന് പറയുന്നത്. അയാളുടെ വിശ്വാസം എന്ത് തന്നെയായാലും അയാളുടെ സമൂഹത്തിൻ്റെ ആശാസ്യമല്ലാത്ത ചില നിലപാടുകളെ അദ്ദേഹം വളരെ നർമ്മത്തിൽ പൊതിഞ്ഞ് അതിനെ മനുഷ്യോചിതമായി ആക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളതാണ് പൊതുവെ ഒരു വിലയിരുത്തൽ. ഇദ്ദേഹത്തെക്കുറിച്ച് ശാന്തിവിളയെന്നും പറഞ്ഞൊരു സിനിമാ പ്രവർത്തകൻ, എൻ്റെ ഓർമ്മ ശരിയാണെന്ന് അറിയത്തില്ല, ഞാൻ പണ്ടങ്ങ് കേട്ടതാണ്, ഒരു നോട്ട് പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് അതിനെക്കുറിച്ച് ചിന്തിച്ചത് ദൈവരാജ്യവുമായിട്ട് ബന്ധപ്പെടുത്തിയാണ്. നോട്ടെന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, ഈ ഇദ്ദേഹത്തിന് കുറേ പൈസ ഒരു നിർമ്മിതാവ് XY ആരോ കൊടുക്കാറുണ്ട്. അപ്പോൾ ഒരു ഗുണ്ട ഇദ്ദേഹത്തെ കണ്ടപ്പോൾ പറഞ്ഞു, ഞാൻ 15 ലക്ഷം രൂപയാണ്, അത് ഞാൻ വാങ്ങിച്ചു തരാം. അത് പകുതി 50-50 ആണ്. അപ്പം എനിക്ക് കിട്ടാക്കിടന്ന കാശാണ്, അത് ഇത്തിരിങ്ങനെ കിട്ടിയ അത്രയും നല്ലതാണെന്ന് വിചാരിച്ചുകൊണ്ട് ഓക്കെ പറഞ്ഞു. എത്ര വിഷയമായാലും ലോകത്തിലെ മനുഷ്യർ അവരെന്ത് മൂല്യനിർണ്ണയങ്ങൾ നടത്തിയെന്ന് പറഞ്ഞാലും അവരുടേതായിട്ടുള്ള സ്വാഭാവികമായുള്ള സ്വകാര്യ വിഷയങ്ങൾ വരുമ്പോൾ അവർ ലോകത്തിൻ്റെ മെഷീനറി ഉപയോഗിക്കും. അതൊന്നും നമുക്ക് ആശാസ്യമല്ല, അതൊക്കെ ബ്രാക്കറ്റിൽ കിടക്കട്ടെ. പക്ഷേ ആ രീതി ചെയ്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറച്ച് എന്നിട്ട് നീ പൈസ വാങ്ങിച്ചോ, പകുതി എനിക്കും പകുതി നിനക്കും എന്നൊക്കെ പറഞ്ഞു. പക്ഷെ പിന്നീട് പൈസയെക്കുറിച്ചൊരു അറിവില്ല. വർഷങ്ങൾക്ക് ശേഷം ഈ ഗുണ്ടയെ കാണും. പറഞ്ഞ്, നീ ആ പൈസ വാങ്ങിച്ചില്ലേ? അപ്പോൾ അദ്ദേഹം പറഞ്ഞ്, എൻ്റെ കാശ് ഞാൻ വാങ്ങിച്ചു. അതാണ് വിഷയം. ആ 50-50 പറഞ്ഞതിൻ്റെ 50 ഗുണ്ടായിസം കാണിച്ച പുള്ളി വാങ്ങിച്ചെടുത്ത്, മറ്റേ കാശ് അപ്പം കിട്ടിയിട്ടില്ല. ഇത് കേട്ടപ്പോൾ ഞാൻ ചിരിച്ചുപോയി. എന്താ കാര്യം വെച്ച് കഴിഞ്ഞാൽ, മനുഷ്യൻ ദൈവത്തോട് പലപ്പോഴും ഇടപെടുന്ന രീതി ഇതാണ്. ഈ രീതി ഇങ്ങനെയാണെന്നുള്ളത് ഈശോയ്ക്ക് നല്ലോണം അറിയാൻ വരും. അതുകൊണ്ട് ഈശോ എന്താ പറഞ്ഞത്? ആദ്യം ദൈവത്തിൻ്റെ കാര്യങ്ങൾ ചെയ്യണം, അതിനുശേഷം ഇപ്പോൾ മനുഷ്യന്മാർ ചെയ്യണത് ആദ്യം അവൻ്റെ കാര്യം, അതിനുശേഷമാണ് താൻ ആർക്ക് വേണ്ടിയാണോ ആ ജോലി എടുത്തത് അവൻ്റെ കാര്യം സെക്കൻഡ്. അപ്പോൾ ഇത് മനുഷ്യൻ ഇങ്ങനെ ചെയ്യുമെന്ന് അറിയാം, ഈ പ്രയോറിറ്റി അറിയാവുന്നതുകൊണ്ട് ഈശോ എന്താ പറഞ്ഞത്? ആദ്യം ദൈവരാജ്യത്തെയും അങ്ങനെ അത് മനസ്സിലാക്കണ്ടേ. 6:33
നിങ്ങൾ ആദ്യം അവിടുത്തെ നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും അവിടുത്തെ നീതിയും അന്വേഷിക്കുക. അതോടൊപ്പം മറ്റുള്ളവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കും. അപ്പൊ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട, ഉടമ്പടിയിലായാലും ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് പോർഷൻ ദൈവത്തിന്റെ കാര്യം. ചില പറയും അടയാളം കാണട്ടെ, ജോലി കിട്ടട്ടെ, വിവാഹം നടക്കട്ടെ, അത് കഴിഞ്ഞിട്ട് ഞാൻ ആത്മീയ ജീവിതം അനുഭവിക്കാമെന്ന് പറഞ്ഞാൽ അത് ഈ മറുത്ത് പറഞ്ഞ ഗുണ്ടയുടെ അവസ്ഥയാണ്. ഈ സ്വയം ഗുണ്ടയായി ദൈവത്തിന്റെ സന്നിധിയിൽ അവതരിച്ച് സ്വയം അപഹാസ്യനാകരുത്. ഉടമ്പടി എടുത്തിരിക്കുന്നവർ അറ്റ് എനി കോസ്റ്റ് ദൈവത്തിന്റെ വചനങ്ങൾ അവൻ പറയണ പോലെ ചെയ്തുകൊണ്ട് ആ വിഷയത്തിന് തീരുമാനം. എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. ഞാൻ 18ാമത്തെ പുതുക്കലിലാണ് നിൽക്കുന്നത്. എൻ്റെ പേര് ഷാൻഡി റെജി. ഞാൻ കോതമംഗലത്തു നിന്ന് വരുന്നു. എനിക്ക് 18ാമത്തെ പുതുക്കലിൽ കിട്ടിയ ഒരു വലിയൊരു അനുഗ്രഹം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. എൻ്റെ 8ാമത്തെ സാക്ഷിയാണ് ഇപ്പോൾ പറയുന്നത്. ഞാൻ ഈ ഇലക്ഷനിൽ മത്സരിച്ചിരുന്നു. അതിന് എൻ്റെ എതിർ പാർട്ടി എൻ്റെ പ്രബലയായ ഒരു മിത്രം തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് അവരോട് നേരിടേണ്ടതായി വന്നു. പക്ഷേ എൻ്റെ അമ്മയുടെ കരുണ കൊണ്ട് മാത്രം ഞാൻ ജയിച്ചു. ഞാൻ ഇലക്ഷൻ കഴിഞ്ഞു. അതിൻ്റെ പിറ്റേ ദിവസവും എല്ലാവരും പറഞ്ഞു അവർ 35 വോട്ടിന് ജയിച്ചിരിക്കുകയാണ്. എങ്കിലും ഞാൻ പറഞ്ഞു എൻ്റെ അമ്മ എന്നെ കൈവിടില്ല, അമ്മ തന്നെ എന്നെ ജയിപ്പിക്കും എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഇലക്ഷൻ്റെ വോട്ടെടുപ്പിൻ്റെ എണ്ണി അന്നേരം ഒരു ന്യൂസ് വന്നു, ഞാൻ പരാജയപ്പെട്ടു, നമ്മൾ പുറകോട്ട് പോയി എന്ന്. പക്ഷേ അവിടെ നിന്നെല്ലാം എൻ്റെ അമ്മ 50 വോട്ട് നൽകി എന്നെ രക്ഷിച്ചു. എന്നെയും എൻ്റെ കുടുംബത്തെയും ഞാൻ എന്നും പ്രാർത്ഥിക്കുന്നത് ഇതാണ്, പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയാക്കി എന്നെ ഉയർത്തിയതിന് നന്ദി എന്ന്. എൻ്റെ കാരുണ്യ പ്രവർത്തികൾ എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ക്യാൻസർ രോഗി അല്ലെങ്കിൽ ഒരു ഡയാലിസിസ് രോഗി അല്ലെങ്കിൽ ആരും ഇല്ലാത്തവർ, അവരെ കണ്ടാൽ എൻ്റെ കയ്യിലുള്ളതിനനുസരിച്ച് പണമായിട്ടും വസ്ത്രമായിട്ടും ആഹാരമായിട്ടും ഞാൻ കൊണ്ടുവന്ന് കൊടുക്കും. അതുപോലെ തന്നെ എൻ്റെ ആത്മീയ ജീവിതത്തിൽ വന്നത്, ഞാനൊരു ഞായറാഴ്ച ക്രിസ്ത്യാനിയായിരുന്നു. എപ്പോഴെങ്കിലും ഒന്ന് പള്ളിയിൽ പോകും, അതുപോലെ തന്നെ എപ്പോഴെങ്കിലും ഒന്ന് പ്രാർത്ഥിക്കും. അതല്ല ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്നത്. ഞാൻ എല്ലാ ആഴ്ചയിലും പള്ളിയിൽ പോകും. അതുപോലെ തന്നെ ഹുസോയം മേടിക്കുമ്പോൾ എൻ്റെ പാപങ്ങളും ഞാൻ കണ്ണീരോടെ പറഞ്ഞിട്ടാണ് ഞാൻ ഹുസോയം മേടിക്കുള്ളൂ. എന്നിട്ട് ഞാൻ കുർബാന അനുഭവിക്കും. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ കുർബാന അനുഭവത്തിലൂടെയാണ് ഞാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ ഉടമ്പടി ജീവിതം എൻ്റെ നിത്യതയിലേക്ക് വരെ ഞാൻ കൊണ്ടുപോകാൻ ഞാൻ ഇന്ന് വരെയും ഞാൻ ശ്രമിച്ചിട്ടുണ്ട്, ഇനിയും ഞാൻ ശ്രമിക്കും. അതുപോലെ തന്നെ ഇവിടെ നിന്ന് തന്നെ ഡെയിലി ബ്രെഡ് ഇന്നും ഞാൻ അത് 5:30 കൂടും. അത് കഴിഞ്ഞ് പിന്നെയും ഞാൻ എനിക്ക് സമയമുള്ളപ്പോഴെല്ലാം ഞാൻ അതങ്ങനെ കേട്ടുകൊണ്ടിരിക്കും. അച്ഛൻ്റെ ധ്യാനം, ഞാൻ സാക്ഷ്യം, ഇതുപോലെ എല്ലാം ഷെയർ ചെയ്യും. ജോമോൾ സിസ്റ്ററുടെ ജീവവചസ്സുകൾ ഞാനത് എന്നും കേൾക്കും, അതങ്ങനെ ഷെയർ ചെയ്യും. അതായിരുന്നു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എനിക്ക് സാക്ഷ്യം കേൾക്കുന്നതിനും സാക്ഷ്യം ഷെയർ ചെയ്യുന്നതിനുള്ള ഒരു കൃപ. പിന്നെ എൻ്റെ മകൾക്ക് കിട്ടിയിരിക്കുന്ന അനുഗ്രഹങ്ങൾ അത് അവൾ പറയും. എൻ്റെ പേര് ചിത്ര മരിയ റെജി. ഞാൻ 2025 മാർച്ചിലാണ് ആദ്യമായിട്ട് ഉടമ്പടി എടുത്തത്. ഞാൻ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ, അതായത് 6 വർഷത്തോളം എനിക്ക് എൻ്റെ ചെവിയിൽ വെള്ളം പോയതിന് ശേഷം, അതുപോലെ തന്നെ കാറ്റടിക്കുമ്പോഴും തണുപ്പ് വരുമ്പോഴൊക്കെ എൻ്റെ ചെവിയിൽ ഇൻഫെക്ഷൻ വരുമായിരുന്നു. ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ പഴുപ്പായിട്ട് വരുമായിരുന്നു. എൻ്റെ ചെവി എനിക്ക് പെയിൻ അല്ലായിരുന്നു, പക്ഷേ ഇറിറ്റേഷനും അതുപോലെ തന്നെ ഈ പസ് വന്നതും അതൊരു ക്രോണിക് ഓട്ടൈറ്റിസ് മീഡിയ എന്നൊരു കണ്ടീഷനിലേക്ക് പോവുകയും 4 ഡോക്ടറിനെ കണ്ട് ഏറ്റവും ലാസ്റ്റത്തെ ഡോക്ടർ അതൊരു സർജറി വേണം, ചിമ്പാനത്തിൽ ഹോൾ വന്നിട്ടുണ്ട്, ആ സർജറി ഇല്ലാണ്ട് അത് അടയില്ല എന്ന് എനിക്ക് അത് പ്രിസ്ക്രൈബ് ചെയ്ത് തന്നു. പക്ഷേ എങ്കിൽ കൂടി ഞാൻ അന്ന് പറഞ്ഞു, എനിക്ക് എൻ്റെ സെക്കൻഡ് ഇയറിലത്തെ എക്സാം ആയിരുന്നു. ഞാൻ നഴ്സിംഗ് പഠിക്കുന്ന സമയത്ത് സെക്കൻഡ് ഇയറിലത്തെ എക്സാം ആയിരുന്നു. അപ്പോൾ ഒരു മേജർ സർജറിയാണ്, അതിനനുസരിച്ചിട്ടുള്ള ബെഡ് റെസ്റ്റും കാര്യങ്ങളൊക്കെ വേണം എന്നുള്ളത് കൊണ്ട് തന്നെ ഞാൻ അന്നേരം ആ സർജറി വേണ്ട എന്ന് പറഞ്ഞ് എൻ്റെ എക്സാം കഴിഞ്ഞിട്ട് ഞാൻ വരും എന്ന് പറഞ്ഞ് അവിടുന്ന് പോകുന്നതാണ്. അപ്പോൾ ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ എൻ്റെ അമ്മ എനിക്ക് വേണ്ടിയിട്ട് എല്ലാ ദിവസവും, ഞാൻ ഹോസ്റ്റലിലായിരുന്നു, എനിക്ക് വേണ്ടിയിട്ട് എല്ലാ ദിവസവും എൻ്റെ അമ്മ കണ്ണീരോടെ പ്രാർത്ഥിച്ച് അമ്മയുടെ, എൻ്റെ റൈറ്റ് സൈഡിലായിരുന്നു, റൈറ്റ് ഇയറിനായിരുന്നു. അപ്പോൾ അമ്മയുടെ റൈറ്റ് സൈഡിൽ അമ്മ തൈലം പുരട്ടി എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. സെക്കൻഡ് ഇയറിലെ എക്സാമിൻ്റെ സമയമായപ്പോൾ എനിക്ക് വീണ്ടും വന്നു.
എനിക്കത് പഠിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായി തോന്നിയ സമയമായിരുന്നു അത്. അപ്പോഴും ഞാൻ അമ്മേനെ വിളിച്ച് കരഞ്ഞു, അമ്മ എന്നെക്കൊണ്ട് പറ്റണില്ല എന്ന് പറഞ്ഞു കരഞ്ഞു. അപ്പോഴും അമ്മ പറഞ്ഞു, ധൈര്യത്തോടെ ഇരുന്നോ, മാതാവിൻ്റെ കാശുരൂപം മുറുക്കെ പിടിച്ചോ, ഒരു കുഴപ്പമുണ്ടാവില്ല എന്ന് പറഞ്ഞ് അമ്മ തന്നെ അമ്മയുടെ ചെവിയിൽ, ഞാൻ ഹോസ്റ്റലിലായതുകൊണ്ട് തന്നെ അമ്മയുടെ ചെവിയിലാണെങ്കിൽ ഈ തൈലം പുരട്ടി പ്രാർത്ഥിച്ചു. അത്രയും അനുഗ്രഹത്തോടുകൂടി ഇപ്പം ഞാൻ 3 വർഷമായി, എനിക്ക് ഇന്നേ വരെ ആ ഒരു അസുഖം വന്നിട്ടില്ല, ഇന്നേ വരെ എൻ്റെ ചെവിയിൽ ഇൻഫെക്ഷൻ ഉണ്ടായിട്ടില്ല. അതിനുശേഷം ഞാൻ മുങ്ങിക്കുളിച്ചു, ഞാൻ കാറ്റടിച്ചു, തണുപ്പടിച്ചു. ഇന്നേ വരെ ഞാൻ ആ ഡോക്ടറിൻ്റെ അടുത്തേക്ക് പിന്നെ പോയിട്ടേ ഇല്ല സർജറിക്ക് വേണ്ടിയിട്ട്. അത്രയും എൻ്റെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഫോർത്ത് ഇയറും എൻ്റെ നഴ്സിങ്ങിന് എനിക്ക് പല ബുദ്ധിമുട്ടുകളും വന്നു. ഫോർത്ത് ഇയറിലാണെങ്കിൽ എനിക്ക് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ വന്നു. നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ തയ്യാറാക്കുമ്പോൾ അവർ സ്കെഡ്യൂൾഡ് ആയിട്ടുള്ള ടൈം വെച്ചിട്ട് ഇത്ര ക്വസ്റ്റ്യൻ ഇത്ര ടൈം എന്നുള്ള ഒരു ഇത് വെച്ചിട്ട് തന്നെയാണ് ഉണ്ടാക്കുന്നത്. ഈ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ എനിക്ക് ഫോർത്ത് ഇയർ വന്ന സമയത്താണെങ്കിൽ എനിക്ക് ഭയങ്കര യൂറിനേഷൻ വന്നു. അപ്പം എനിക്ക് വാഷ്റൂമിൽ പോകണം. ഞാൻ ഇന്നേ വരെ എൻ്റെ ലൈഫിൽ ഒരു എക്സാം ടൈമിൽ ഞാൻ വാഷ്റൂമിൽ പോയതായിട്ടോ അതിനനുസരിച്ചിട്ടുള്ളൊരു ടൈം ഞാൻ കളഞ്ഞിട്ടില്ല, അതിനുള്ളൊരു സമയം കിട്ടിയിട്ടുമില്ല. പക്ഷേ ആ ഫോർത്ത് ഇയർ എനിക്ക് പോകേണ്ട വന്നു. അത്രയും എൻ്റെ സമയം അവിടെ വേസ്റ്റായി. എങ്കിലും ഞാൻ എൻ്റെ കാശുരൂപം ഞാൻ എൻ്റെ ഡ്രസ്സിൽ എവിടെയെങ്കിലും പിൻ ചെയ്തിട്ട് തന്നെയായിരിക്കും ഞാൻ കാശുരൂപം കൊണ്ടാണ് ഞാൻ ഇന്ന് വരെ എക്സാം എഴുതിയിട്ടുള്ളത്. എന്നിട്ടും എൻ്റെ മാതാവ് ഈ 4 വർഷം എനിക്ക് ക്ലാസ് ഫസ്റ്റ് തന്നെ എന്നെ അനുഗ്രഹിച്ചു. അതുപോലെ തന്നെ പോരാൻ നേരത്ത് ബെസ്റ്റ് ഔട്ട് ഗോയിങ് സ്റ്റുഡൻറ്റിനുള്ള അവാർഡും ബെസ്റ്റ് അക്കാഡമിക് അച്ചീവ്മെൻറ്റിനുള്ള അവാർഡും എൻ്റെ മാതാവ് എനിക്ക് അനുഗ്രഹിച്ചു. ഇതൊന്നും എൻ്റെ മെറിറ്റും കൊണ്ടല്ലാതെ ഞാൻ ഇപ്പോഴും പറഞ്ഞു, ഞാൻ വെറും സീറോയാണെന്നാണ് ഞാൻ എൻ്റെ അമ്മയടുത്ത് പറയാറ്. മാതാവ് എന്നെ അനുഗ്രഹിച്ചേക്കണം, എനിക്കൊരു കഴിവുമില്ല എന്ന് പറഞ്ഞ് തന്നെയാണ് ഞാൻ ഇന്ന് വരെ പോയിട്ടുള്ളത്. അതുപോലെ തന്നെ എൻ്റെ മാതാവ് എന്നെ അത്രയും അനുഗ്രഹിച്ചു. ഇപ്പം അത് കഴിഞ്ഞിട്ട് ഞാൻ നഴ്സിംഗ് കഴിഞ്ഞിട്ട് ഞാൻ ജർമ്മൻ പഠിക്കാമെന്നുള്ളൊരു ഓപ്ഷനിലേക്ക് വന്നു. അങ്ങനെ ഞാൻ ആദ്യത്തെ ദിവസം തന്നെ കരഞ്ഞിറങ്ങി, എന്നെക്കൊണ്ട് പറ്റില്ല അമ്മേ, ഇത് ഭയങ്കര ടഫാണ്. അപ്പോൾ പപ്പയും അമ്മയും പറഞ്ഞു, സാരില്ല, കുഴപ്പമില്ല, നോക്ക്, മാക്സിമം നോക്ക്, പറ്റുമെന്ന് നോക്കിയിട്ട് നമുക്ക് തീരുമാനിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ജർമ്മൻ ഞാൻ 8 മാസം എടുത്ത് ജർമ്മൻ പഠിച്ചു. അതിൽ B2 എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എനിക്ക് ഒരു കഴിവില്ല. ഞാൻ മോഡൽ ടെസ്റ്റ് ഇടുമ്പോഴൊക്കെ തോറ്റു പോയിരുന്ന സബ്ജക്റ്റുകളിൽ തന്നെ എനിക്ക് ആദ്യത്തെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ എൻ്റെ മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അപ്പോഴും ഞാൻ എൻ്റെ കാശുരൂപം അതുപോലെ തന്നെ തൈലും ഉപ്പും തേനും ഒക്കെ കഴിച്ചിട്ട് തന്നെയാണ് ഞാൻ പോയത്. അതുപോലെ തന്നെ ആ ഉപ്പ് ഞാൻ എൻ്റെ കൈ പിടിച്ചിരുന്നു, എൻ്റെ എക്സാം ഹോളിലേക്ക് ഞാൻ അത് കയറ്റി. ഞാൻ അതുപോലെ തന്നെ തൈലം ഞാൻ എൻ്റെ കൈയുടെ ഇവിടെ തേച്ചിരുന്നു. അത് ഞാൻ എൻ്റെ എക്സാം പേപ്പറിൻ്റെ മുകളിൽ ഞാൻ അത് കുരിശ് വെച്ച് വരച്ച് പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് ഞാൻ എൻ്റെ എക്സാം എഴുതിയത്. എൻ്റെ ഒരു കഴിവും കൊണ്ടല്ല എനിക്ക് ഇന്ന് കിട്ടിയേക്കണ അനുഗ്രഹം. ഞാൻ ഇന്ന് B2 വരെ കംപ്ലീറ്റ് ഫുൾ മൊഡ്യൂൾ എനിക്ക് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായി. എനിക്ക് അത്രയും എൻ്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചിട്ടുണ്ട് എൻ്റെ മാതാവിൻ്റെ കൃപയാൽ. പ്രേക്ഷിത പ്രവർത്തനമായി ഞാൻ പത്രം വിതരണം ചെയ്യും. അത് എല്ലാ ജാതി മത ഭേദമന്യേ ഞാൻ വിതരണം ചെയ്യും. അതുപോലെ ഇവിടുത്തെ കാശുരൂപം, അതുപോലെ തേൻ, ഉപ്പ്, ഇതെല്ലാം ഞാൻ ആദ്യം പരീക്ഷ എഴുതണവർക്ക് മാത്രമായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പം അങ്ങനെയല്ല, അസുഖക്കാർ വരും, ഒരു പ്രാവശ്യം പോയിട്ട് കൊണ്ടുപോകണവരെല്ലാവരും രണ്ടാമതും വന്ന് ചോദിക്കും. അപ്പം ഞാൻ പറയും, മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാൽ ഞാൻ ഇനി വരുമ്പോൾ മേടിച്ചു കൊണ്ടുവരാം എന്ന് പറഞ്ഞ് പിന്നീട് വന്ന് അവർക്ക് മേടിച്ചുകൊണ്ടേ കൊടുക്കും. അതൊക്കെയായിരുന്നു എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് നിന്നത്. പിന്നെ അച്ഛൻ്റെ ഈ സാക്ഷ്യവും അതുപോലെ തന്നെ ചൊവ്വാഴ്ചത്തെ എല്ലാ ധ്യാനങ്ങളും ഞാൻ ഷെയർ ചെയ്യും, ജീവവചസ്സുകൾ ഷെയർ ചെയ്യും. ഇതാണ് എൻ്റെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. കാരുണ്യപ്രവൃത്തിയും ഞാൻ എൻ്റെ കഴിവ് പോലെ എല്ലാവരെയും സഹായിക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും മുമ്പോട്ട് പോകുന്നു. എല്ലാത്തിനും എല്ലാ അനുഗ്രഹം തന്ന എൻ്റെ അമ്മയ്ക്കും ഈശോയ്ക്കും 1000 നന്ദി. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന് നമുക്കറിയാമല്ലോ. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം തിരുവചനമാണിത്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്കും അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർ അവരാണ് അവൻ കാണിച്ച വഴിയിൽ കൂടെ സഞ്ചരിക്കാൻ സാധിക്കുന്നവർ, അവൻ പറഞ്ഞത് അതുപോലെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ, ദൈവത്തെ സ്നേഹിച്ച് അവൻ്റെ വഴിയിൽ നടക്കാൻ ശ്രമിക്കുന്നവരുടെ ജീവിതത്തിലുള്ള ഒരു സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത്. ഒരു നല്ല ഉടമ്പടി സാക്ഷ്യം.
ഈ മകൾ പറഞ്ഞതുപോലെ ഷാൻഡി റെജി എന്ന മകൾ പ്രത്യക്ഷീകരണത്തിൻ്റെ സ്ഥിര സാക്ഷിയായി മാറ്റണമേ എന്നാണ് ഈ മകൾ പ്രാർത്ഥിച്ചിരുന്നത്. 18 പ്രാവശ്യം ഉടമ്പടി പുതുക്കി. ഇത് 8ാമത്തെ സാക്ഷ്യമാണ്. ഇതൊക്കെയാണ് ദൈവത്തെ സ്നേഹിക്കുന്നവരും ദൈവത്തിൻ്റെ പദ്ധതി അനുസരിച്ച് ജീവിക്കുന്നവരും വിളിക്കപ്പെട്ടവരുടെയും ജീവിതത്തിൽ നടക്കുന്ന ഒരു വലിയ വഴിത്തിരിവുകൾ. പ്രത്യേകിച്ച് ഈ മകൾ പറഞ്ഞ പോലെ 2025 പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഈ മകൾ പറഞ്ഞു, അവസാന കൗണ്ടിങ് ദിവസം അങ്ങനെയാണ് പറഞ്ഞത്, പരാജയപ്പെടുമോ എന്നുള്ള ഭയഭീതിയായിരുന്നു. എങ്കിലും ഈ മകൾ വിശ്വസിച്ചു, മാതാവുണ്ടല്ലോ കൂടെയെന്ന്. വിജയം നമ്മുടെ കൂടെയാണ്. ഈശോയുടെ അമ്മയുടെയും കൂടെ വന്ന് ഇവിടെ നിന്ന് ഈ കൃപാസനത്തിൻ്റെ ഈ ആലയത്തിൽ ഈ സന്നിധിയിൽ വന്ന് പ്രാർത്ഥിച്ചവരുടെ കണ്ണുനീര് ഒപ്പുന്ന ഒരു അമ്മയാണ് നമ്മുടെ കൂടെയുള്ളത്. ആ അമ്മയുടെ അരികിൽ 18 പ്രാവശ്യം പുതുക്കിയ ഒരു മകളെ മറക്കുവാൻ സാധിക്കുമോ അമ്മയ്ക്ക്? ഈശോയും അമ്മയും ചേർന്ന് നിന്നാണ് ഈ മകളുടെ ഈ പഞ്ചായത്തിൽ ഒരു ജനത്തിൻ്റെ പ്രതിനിധിയായി അവരുടെ പഞ്ചായത്തിൽ സഹായിക്കണമെന്നുള്ളൊരാഗ്രഹം ഈശോയും അമ്മയും ചേർന്ന് നിന്ന് സഹായിച്ചു കൊടുത്തു. ഈ മകളുടെ രോഗസൗഖ്യത്തെ പറ്റിയാണ് പിന്നീട് പറഞ്ഞത്. ചെവിയിൽ നിന്നുണ്ടായിരുന്ന പഴുപ്പ്, അത് 6 വർഷത്തോളം ഈ മകൾ സഹിച്ചിരുന്നു, ബുദ്ധിമുട്ടിയിരുന്നു. പിന്നീടാണ് അന്നേരം ഈ മകൾക്ക് ഉടമ്പടിയിൽ പറ്റില്ലായിരുന്നു. 18 വയസ്സായില്ലായിരുന്നു. അമ്മയുടെ ഉടമ്പടിയിലാണ് ഈ മകൾ പ്രാർത്ഥിച്ചിരുന്നത്. +2 പരീക്ഷയുടെ സമയത്തും ഒത്തിരി ബുദ്ധിമുട്ടി. പിന്നീട് അമ്മ വീട്ടിലിരുന്ന് അമ്മയുടെ ചെവിയിൽ ആ തൈലം തേച്ച് ഈ മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. ഇങ്ങനെയാണ് ഓരോ അമ്മയും ഓരോ മക്കൾക്ക് വേണ്ടി അവരുടെ വിശ്വാസം കൈമാറുന്നത്. ഈ അമ്മയുടെ വിശ്വാസത്തിൽ ഈ മകൾ ഉറച്ചു വിശ്വസിച്ചു. ആ മകൾക്ക് അന്ന് ആ അസുഖത്തിൽ നിന്നുള്ള സൗഖ്യമാണ് ലഭിച്ചത്. ഡോക്ടേഴ്സ് സർജറിയാണ് പറഞ്ഞിരുന്നത്. ആ സർജറിയിൽ നിന്നാണ് ഈ മകൾ വിമുക്തിയായത്. ഈശോയോടും അമ്മയോടും ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഈ അമ്മ വിശ്വാസത്തോടെ തൈലം സ്വന്തം ചെവിയിൽ തേച്ച് മകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴും ഈശോയും അമ്മയും കേട്ടു ആ പ്രാർത്ഥനയും. പിന്നീടാണ് യൂറിനറി ഇൻഫെക്ഷൻ. ഈ മകൾ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുവാൻ തുടങ്ങി. ഉടമ്പടി ഉപ്പും ഉടമ്പടി തൈലവുമാണ് ഈ മകൾ ഉപയോഗിച്ചത്. പല ട്രീറ്റ്മെൻറ്റ് ചെയ്തെങ്കിലും അത്ര പ്രയോജനമുണ്ടായില്ല. പിന്നീടാണ് ഉടമ്പടി വസ്തുക്കളുടെ ഉപയോഗം മൂലം മാത്രം ഈ മകൾ അതിൽ നിന്നും സൗഖ്യം പ്രാപിച്ചു. പിന്നീടുണ്ടായിരുന്ന ജർമ്മൻ കോഴ്സ്, ടഫായിരുന്ന സ്റ്റഡി, ഈശോ അത് എളുപ്പത്തിലാക്കി കൊടുത്തു. ഈ മകൾ ഓരോ കാര്യത്തിലും ഈശോയുടെ അമ്മയോടും ചേർന്ന് നിന്ന്, ഇതാണ് നമ്മൾ ആദ്യം കേട്ടത്, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ ആ മകൾ പറഞ്ഞ പോലെ ചെവിയുടെ കാര്യം പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു, കാറ്റടിച്ചു, തണുപ്പടിച്ചു, ഒന്നും വന്നില്ല. നമ്മുടെ ജീവിതത്തിൽ, ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ അതുപോലെ തന്നെയാണ്. എത്ര വലിയ കാറ്റായാലും, എത്ര വലിയ സ്റ്റോമായാലും, എത്ര വലിയ പ്രശ്നങ്ങളായാലും ഉടമ്പടിയിൽ ജീവിക്കുന്ന മക്കൾക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഈശോയെ അമ്മയെ സ്നേഹിക്കുന്ന മക്കൾക്ക്, അവിടുത്തെ പദ്ധതി അനുസരിച്ച് ജീവിക്കുന്ന മക്കൾക്ക് ഒന്നിനും ഭയക്കേണ്ട ആവശ്യമില്ല. എല്ലാം നന്മയ്ക്കായി തന്നെ ഈശോയും അമ്മയും ചേർന്ന് നിന്ന് നമ്മുടെ ജീവിതത്തിൽ നടത്തി തരും. കാനായിൽ അമ്മ അവരുടെ ജീവിത ബുദ്ധിമുട്ടുകൾ മനസ്സിലാക്കിയപ്പോഴാണ് സ്വന്തം മകനോട് ചെന്ന് ആ ജീവിതത്തിൻ്റെ പ്രതിസന്ധി തരണം ചെയ്യുവാൻ ആ കുടുംബത്തെ സഹായിച്ചത്. അതുപോലെ തന്നെ ഇന്നും ആ അമ്മ തന്നെ കൃപാസനത്തിൻ്റെ അമ്മ, ഈ അമ്മ ജീവനോട് പ്രത്യക്ഷപ്പെട്ട ഈ അമ്മ നമ്മുടെ കൂടെയുമുണ്ട്. ആ അമ്മയിൽ വിശ്വസിച്ച് നമ്മുടെ ഉടമ്പടി ജീവിതം നമുക്കും വിശ്വസ്തയോടെ നയിക്കാം. ഷാൻഡി റെജി എന്ന മകൾക്കും കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കും നമുക്ക് കരങ്ങളടിച്ച് ഈശോയെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി. സിബി എന്നാണ് ഞാൻ, കോട്ടയത്തു നിന്നാണ് വരുന്നത്. ഞാൻ ഈ ആലയത്തിൽ വന്ന് കുമ്പിട്ടതിന് പ്രകാരം എനിക്ക് ലഭിച്ച അനുഗ്രഹത്തെ പ്രതി ഞാൻ എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും അനേകായിരം നന്ദി പറയുന്നു. ഞാൻ 2024 ജനുവരി മാസത്തിലാണ് ഉടമ്പടി എടുത്തത്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു അമ്മ പറഞ്ഞതിന് പ്രകാരമാണ് ഞാനിവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ ഇടയായത്. ഞാനിവിടെ വന്ന് ജസ്റ്റ് ഉടമ്പടി എടുത്തു, വീട്ടിൽ പോയി എന്നും മെഴുകുതിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുകയും ബൈബിൾ വായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ 3 മാസം കഴിഞ്ഞപ്പോൾ ഇതിനെ പുതുക്കുന്നതിനെ പറ്റിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ എന്നിട്ട് എന്നും പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു, ബൈബിൾ വായിക്കുന്നു, തീരുന്നിടം വരെ 2 നേരവും
രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. പിന്നെ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് എൻ്റെ മോൾക്ക് എന്നും പനിയാണ്. എന്നാണെന്നറിയത്തില്ല. ഞങ്ങൾ അടുത്തുള്ള ആശുപത്രികളിലെല്ലാം കൊണ്ട് നടന്നിട്ട് ഒന്നും കുറയുന്നില്ല. അവർ എല്ലാം ചെക്ക് ചെയ്തിട്ടെല്ലാം ഓക്കെയാണ്, കുഴപ്പമില്ലെന്ന് പറയും. വീട്ടിൽ വരും, 2 ദിവസം കഴിയുമ്പോൾ വീണ്ടും പനി. അങ്ങനെയായി ഞങ്ങളിങ്ങനെ മടുത്തു. ഒരു 5-6 മാസം ഇങ്ങനെ കൊണ്ടുപോയി കഴിഞ്ഞ് ഞങ്ങൾ അവർ പറഞ്ഞു, എന്നാൽ നിങ്ങൾ മെഡിക്കൽ കോളേജിലൊന്ന് കാണിച്ച് നോക്കി, ഇനി എന്നാന്ന് അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞു. ഞങ്ങൾ അതിന് പ്രകാരം മെഡിക്കൽ കോളേജിൽ പോയി. മെഡിക്കൽ കോളേജിൽ കിടന്നു അവർ ഇതുപോലെ എല്ലാം ചെക്ക് ചെയ്തു. ഇതുപോലെ പനി, ഇപ്പോഴത്തെ കാലത്തെ പനി എന്നാന്നൊന്നും നമുക്കറിയത്തില്ല. അതുകൊണ്ട് ഞാൻ ഭയങ്കര ടെൻഷനിലായിരുന്നു. അത് ചെക്ക് ചെയ്തപ്പോഴും അവിടെ ഓക്കെ, കുഴപ്പമൊന്നുമില്ല, കൊച്ചിന് കുഴപ്പമൊന്നുമില്ലെന്ന് പറഞ്ഞ് അന്നേരം ഞാനിങ്ങനെ മെഡിക്കൽ കോളേജിൽ 8 ദിവസം കിടക്കാണ്ട് വന്ന്. അന്നേരം ഞാൻ ഓർത്ത് ഇതെന്നാ ഇങ്ങനെ മാറാത്തത് എന്ന് പറയുന്നു. അന്നേരം ഞാൻ ഉടമ്പടിയിലാണല്ലോ, പിന്നെ ഞാനിനി പുതുക്കാൻ വന്നിട്ടില്ല, അതുകൊണ്ടാണോ എന്നറിയത്തില്ലല്ലോ എന്നോർത്ത് ഞാൻ അവിടെ ഇരുന്ന് തന്നെ പറഞ്ഞ്, അമ്മേ ഞാൻ ഈ കൊച്ചു വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഉടനെ ഞാൻ അവിടെ വന്ന് എൻ്റെ ഉടമ്പടി പുതുക്കിക്കോളാവേ എന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഞങ്ങളുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു ഓട്ടോ ചേട്ടൻ ഇവിടെ സ്ഥിരം വരുന്നതാണ്. ആ ചേട്ടൻ്റെ കൂടെ ഞാനിവിടെ വന്ന് ഉടമ്പടി പുതുക്കി. പിന്നെ ഇന്ന് വരെ അങ്ങനെ ഒരു പനിയോ പ്രശ്നങ്ങളോ അവർക്ക് ഉണ്ടായിട്ടില്ല. അത് അമ്മയുടെ അനുഗ്രഹത്താലാണ് ആ പനി മാറിക്കിട്ടിയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ എൻ്റെ കൊച്ച് ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അതിനെപ്പറ്റി അവൾ പറയുവേ. എൻ്റെ പേര് അതുല്യ. ഞാൻ +2 കഴിഞ്ഞാണ് ജർമ്മൻ പഠിക്കാൻ വേണ്ടിയിട്ട് പോയത്. 6 മാസത്തെ കോഴ്സായിരുന്നു. അപ്പം 6 മാസം കൊണ്ട് ജർമ്മൻ എല്ലാം പഠിച്ചു കഴിഞ്ഞു. ഇഷ്ടംപോലെ സ്ഥലത്ത് ഡേറ്റ് എടുത്തു. ആദ്യം ഡേറ്റ് എടുത്തു, എക്സാം എഴുതി കിട്ടിയില്ല. അന്നേരം അമ്മയെപ്പോലെ തന്നെ ഞാനും ഉടമ്പടിയിലായിരുന്നു. ഞാൻ എടുത്തിട്ടില്ലായിരുന്നു, അമ്മയായിരുന്നു ഉടമ്പടിയെല്ലാം എടുത്ത്. പ്രാർത്ഥിക്കും, ബൈബിൾ വായിക്കും, അച്ഛൻ്റെ പ്രസംഗം കേൾക്കും, രാവിലത്തെ ഡെയിലി ബ്രെഡ് കേൾക്കും, എല്ലാം ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് കിട്ടിയില്ല, എക്സാം എഴുതി കിട്ടിയില്ല. പിന്നെയും ഡേറ്റ് എടുത്തു, കിട്ടിയില്ല. അങ്ങനെ അമ്മ പറഞ്ഞു, എന്നാൽ നമ്മൾ എടുക്കുന്നതിൻ്റെ പ്രശ്നമായിരിക്കും, എന്നാൽ നമുക്ക് ഒന്നും കൂടെ ഉടമ്പടി ഞാനായിട്ട് എടുക്കാം, അപ്പം ഒന്നും കൂടെ ഉടമ്പടി എടുത്ത് പുതുക്കുമ്പോൾ കുഴപ്പമില്ലായിരിക്കും എന്ന് പറഞ്ഞു. അപ്പം ഞാൻ വന്നു, ഞാൻ ഉടമ്പടി എടുത്തിട്ട് നമുക്ക് ജർമ്മൻ എക്സാം എഴുതിയവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും, എക്സാം ഒരു തവണ എഴുതിയാലൊന്നും കിട്ടൂല. അപ്പോൾ ഞാൻ 2 എടുത്ത്, എനിക്കൊരു പേടിയായിട്ട് ഞാൻ 2 എടുത്ത് ഡേറ്റ് എടുത്തു. അന്നേരം അമ്മ പറയുന്നുണ്ടായിരുന്നു, വേണ്ട, ഒരിടത്ത് എടുത്താൽ മതി, നീ എന്താണേലും പാസ്സാവും, ഒരിടത്ത് എടുത്താൽ മതി എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. ഞാൻ എന്നിട്ടും അമ്മേ, എന്നാലും എനിക്കൊരു ഉറപ്പില്ല അമ്മ, ഞാൻ എടുക്കാമെന്ന് പറഞ്ഞു. ഞാൻ 2 എക്സാമിന് ഡേറ്റ് എടുത്തു. ചെന്നൈയിലും ബാംഗ്ലൂരിലും ആയിരുന്നു ഇങ്ങനെ എടുത്ത്, ഫുൾ മൊഡ്യൂൾ വെച്ച് എടുത്തു. ചെന്നൈയിലെ എക്സാം കുറച്ച് പാടായിരുന്നു. ഞാൻ അന്നേരം എക്സാമിന് കയറിയപ്പോൾ ആണെങ്കിലും തൈലം തൊട്ട് പ്രാർത്ഥിച്ചു, പിന്നെ നേർച്ച വസ്തുക്കൾ കൊണ്ടുപോയി, നമുക്കിവിടുന്ന് കിട്ടിയ കാശ് രൂപമൊക്കെ എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അവിടെ എക്സാം എഴുതാർക്ക് അറിയായിരിക്കും, നമുക്ക് ഭയങ്കര ക്യാമറ കാര്യങ്ങൾ, സെക്യൂരിറ്റി കാര്യങ്ങളുണ്ട്, ഒന്നും അകത്തോട്ട് കയറ്റാൻ വേണ്ടി പറ്റില്ല, അവരെല്ലാം ചെക്ക് ചെയ്തിട്ടായിരിക്കും കയറ്റി വിടുന്നത്. അപ്പം ഉപ്പ് ഞാൻ പോക്കറ്റിൽ വിതറിയിട്ടാണ് പോയത്. അപ്പം ഞാൻ എക്സാമിൻ്റെ സമയത്ത് ഉപ്പ് ചെറുതായിട്ട് നമ്മുടെ ആൻസർ ഷീറ്റിൽ ഞാനിങ്ങനെ തൂത്തു. ഞാൻ എക്സാം എഴുതി എനിക്ക് പാടായിരുന്നു, എന്നാലും എനിക്ക് പാടായിരുന്നു. അപ്പം ഞാൻ വീട്ടിൽ വന്ന് പറഞ്ഞു, അമ്മേ ഇവിടുത്തെ പോയാലും കുഴപ്പമില്ല, ഞാനത് കഴിഞ്ഞ് ബാംഗ്ലൂർ എക്സാമിൻ്റെ ഡേറ്റ് എടുത്തിട്ടുണ്ട്, അവിടുത്തെ കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് എക്സാം എഴുതിയവർക്കറിയാം, ചെന്നൈയിലെ എക്സാമിന് റിസൾട്ട് വരുന്നത് ഏകദേശം ഒരു 10-15 ദിവസം എന്താണെങ്കിലും എടുക്കും. അപ്പം അത് കഴിഞ്ഞ് ഞാൻ ആ സമയത്തൊക്കെ ബാംഗ്ലൂർ എക്സാം എടുത്തു, പോയി എഴുതി. എനിക്ക് അവിടുത്തെ വലിയ കുഴപ്പമില്ലായിരുന്നു. എക്സാം എടുത്ത് കഴിഞ്ഞ് 2-3 ദിവസത്തിന് ഒരു റിസൾട്ട് വന്നു. ഞാൻ ഫുൾ മൊഡ്യൂളും പാസ്സായി. ഞാൻ എടുത്ത ഫുൾ മൊഡ്യൂളും പാസ്സായി. അത് കഴിഞ്ഞൊരു കുറച്ച് ദിവസം കൂടെ കഴിഞ്ഞപ്പോൾ ചെന്നൈയിലേയും വന്നു. ഞാൻ ഫുൾ മൊഡ്യൂൾ അവിടെ നിന്നും പാസ്സായി. ഞങ്ങളുടെ യോഗ്യതയിലല്ല, അമ്മയുടെ കൃപയാലാണെന്ന് ഞാൻ 100% ഉറച്ച് വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് എൻ്റെ 4 മാസം മുമ്പ് അതിന് എഴുതിയായിരുന്നു. ഞാൻ 4 മാസം മുമ്പ് എഴുതിയിട്ട് ഒന്നും ജയിച്ചിട്ടില്ല. അത് ഞാൻ ഇവിടെ അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് വാങ്ങിച്ചാനും വന്നു, വാങ്ങിച്ച് കൊണ്ടുപോയി ഞാൻ എഴുതിയപ്പോൾ എനിക്ക് എക്സാം 4 പ്രാവശ്യം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടും എനിക്കൊന്നും പാസ്സായില്ല. ഇവിടെ വന്നു, അച്ഛൻ്റെ ബ്ലെസ്സിങ്സ് വാങ്ങിച്ചു ഞാൻ പോയി. എനിക്ക് 2 പാസ്സായി. അത് എൻ്റെ യോഗ്യതയിലല്ല, അമ്മയുടെ കൃപയാലാണെന്ന് ഞാൻ 100% ഉറച്ച് വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞ് എൻ്റെ പാസ്പോർട്ട് കാണാതെ പോയിട്ടുണ്ടായിരുന്നു. പാസ്പോർട്ട് ഒരു 6 മാസം മുന്നേ കാണാതെ പോയിട്ടുണ്ടായിരുന്നു. ഈ എക്സാമിൻ്റെ സമയത്ത് തന്നെയാണ് ഈ പാസ്പോർട്ടും കാണാതെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മയോട് ഞാൻ അത് വീട്ടിൽ പറഞ്ഞില്ല, എനിക്ക് പേടിയായിട്ട് ഞാൻ വീട്ടിൽ പറഞ്ഞില്ല. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മ എൻ്റെ പാസ്പോർട്ട് ഇതുപോലെ കാണാതെ പോയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, കുഴപ്പമില്ല, നമുക്ക് മാതാവ് എങ്ങനെയാണെങ്കിലും കൊടുത്തരും എന്നിങ്ങനെ പറഞ്ഞു. അപ്പം ഈ മനോരമയിൽ പരസ്യം കൊടുക്കും, അങ്ങനെ എന്തൊക്കെയോ ചെയ്യേണ്ട ഒരിതുണ്ടായിരുന്നു. അന്നേരം അമ്മ പറഞ്ഞു, അതൊന്നും നോക്കണ്ട, മാതാവ് കൊണ്ടുതരുമെന്ന് പറഞ്ഞു. ഞാനിവിടെ വന്ന് ഉടമ്പടി ഞാനായിട്ട് വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ പിറ്റേ ദിവസമായിട്ട് എൻ്റെ ഒരു ഫ്രണ്ട് വിളിച്ച് പറഞ്ഞു, പാസ്പോർട്ട് ഇന്നടുത്തുണ്ട് എന്ന് പറഞ്ഞു. എനിക്ക് വീട്ടിൽ തന്നെ ഇരുന്ന്, എനിക്ക് എങ്ങും പോവേണ്ടി വന്നില്ല.
എനിക്ക് വീട്ടിൽ തന്നെ ഇരുന്ന് എൻ്റെ പാസ്പോർട്ട് എൻ്റെ കയ്യിലേക്ക് എത്തിച്ചു അമ്മ. എൻ്റെ യോഗ്യതയിലല്ല, അമ്മയുടെ കൃപയാലാണെന്ന് ഞാൻ 100% ഉറച്ചു വിശ്വസിക്കും. എറണാകുളത്ത് ഞാനൊരു ക്ലാസ്സിനായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പം അവിടെ കയറണമെങ്കിലൊക്കെ നമുക്ക് പാസ്പോർട്ട് വെച്ച് കാണിച്ചിട്ടേ കയറ്റാൻ പറ്റത്തുള്ളൂ. അപ്പം അങ്ങനെ എങ്ങനെയോ എൻ്റെ കയ്യിൽ നിന്ന് അത് മിസ്സായിപ്പോയി. ഞാൻ വീട്ടിൽ വന്നൊന്നും പറഞ്ഞില്ല അമ്മയോട്. എനിക്ക് പേടിയായിരുന്നു, കാരണം പാസ്പോർട്ട് എന്ന് പറഞ്ഞ സാധനമല്ലേ, അത് പോയി കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ ഓർത്ത് ദൈവമേ എങ്ങനെയും ആരെങ്കിലും കിട്ടുമായിരിക്കും. ഞാൻ എന്തെങ്കിലും ഗ്രൂപ്പിലൊക്കെ ചോദിക്കുന്നുണ്ടോ, ആരും ഒന്നും തന്നില്ല. ഞാൻ എൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളെല്ലാം ഇട്ട് ചോദിക്കുന്നുണ്ട്. ഒരു 6 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ട് ചങ്ങനാശ്ശേരിയിൽ നിന്ന് ഇങ്ങനെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, പാസ്പോർട്ട് എൻ്റെ അടുത്ത് ഇരിപ്പുണ്ട്. ആരാ എന്താണെന്ന് പോലും എനിക്ക് ഇതുവരെയായിട്ടും എനിക്കറിയില്ല. നമ്പർ എവിടെ നിന്ന് കിട്ടിയത് പോലും എനിക്കറിയില്ല. എൻ്റെ അഡ്രസ്സ് മാത്രമേ എൻ്റെ പാസ്പോർട്ടിലുണ്ടായിരുന്നുള്ളൂ, നമ്പർ എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. അങ്ങനെ വിളിച്ച് എൻ്റെ ആ കൊച്ചു കൊണ്ട് തന്നു. പിന്നെ എനിക്ക് അടുത്തായിട്ട് പറയാനുള്ള, എൻ്റെ ഭർത്താവിൻ്റെ മദ്യപാനാണ്, പുള്ളി വന്നിട്ടില്ല. അതുകൊണ്ട് ഞാനത് കൂടുതലായിട്ടും ഭർത്താവുമായിട്ട് വന്നിട്ട് ഞാൻ നിങ്ങളുടെ മുന്നേ സാക്ഷ്യം പറയുന്നതായിരിക്കും. പിന്നെ എൻ്റെ വീട് ഹൈ റേഞ്ചിലാണ്. ഞങ്ങളിപ്പോൾ പിള്ളേരുടെ ആവശ്യത്തിനായിട്ട് കോട്ടയത്താണ് താമസിക്കുന്നത്. ഹൈ റേഞ്ച് വാഗമണ്ണിലാണ് ഞങ്ങൾ എന്നെ കെട്ടിച്ച് അയച്ചേക്കുന്നത്. ഞങ്ങളിപ്പം പാമ്പാടിലാണ് താമസിക്കുന്നത്. അവിടെ കുന്നിൻ്റെ മണ്ടയിലാണ്. സ്ഥലവും ഉണ്ടെന്ന് പറഞ്ഞാലും വഴിയില്ല, വെള്ളമില്ല, അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞങ്ങൾ വീടുള്ള സ്ഥലത്ത്. ഞാൻ എന്നും ആഗ്രഹിക്കുന്നതാണ്, എൻ്റെ ദൈവമേ എനിക്ക് വഴിയരികിൽ ഒരു 10 സെൻറ്റ് സ്ഥലം മേടിച്ച് എനിക്കൊരു വീട് വെക്കാൻ സാധിക്കണേ എന്നെന്നും പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ ഞങ്ങൾ പാവങ്ങളായതുകൊണ്ട് ഞങ്ങൾക്ക് അതിനുള്ള നിവൃത്തിയില്ല. പിള്ളേരും കുഞ്ഞുങ്ങളായി, എനിക്കും പ്രത്യേകിച്ച് വരുമാനമൊന്നുമില്ല. ഞാനൊരു കടയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ടുള്ള വരുമാനം കൊണ്ടാണ് ഞങ്ങൾ കഴിയുന്നത്. അപ്പോൾ അതൊരിക്കലും അങ്ങനെ ഒരു 10 സെൻറ്റ് സ്ഥലം മേടിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ സ്വപ്നങ്ങളിൽ മാത്രമേ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിരുന്നുള്ളൂ, സ്ഥലം മേടിക്കാൻ പറ്റുള്ളൂ. അവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത്, ഞാൻ 3ാമത് ഉടമ്പടി എടുത്തപ്പം എനിക്ക് 10 സെൻറ്റ് സ്ഥലം മേടിക്കാൻ പറ്റി. അതിൻ്റെ കാര്യങ്ങളെല്ലാം റെഡി ആയിട്ടിരിക്കുകയാണ്. പിന്നെ അത് ഞാൻ അവിടെ വീട് വെച്ചിട്ട് വന്നിട്ട് ഞാൻ സാക്ഷി ഇവിടെ വന്ന് പറയുന്നതായിരിക്കും നിങ്ങളുമായിട്ട്. പിന്നെ ഞാൻ ചെയ്യുന്ന കാരുണ്യപ്രവൃത്തി എന്ന് പറയാൻ, ഞങ്ങൾ ഒരു കടയിലാണ് ജോലി ചെയ്യുന്നത്. അന്നേരം അതിലെല്ലാവരും ആൾക്കാരെല്ലാം വന്ന് സഹായം ചോദിക്കുന്നതാണ്. എന്നാൽ കഴിയുന്ന സഹായം ഞാൻ അവർക്ക് കൊടുക്കാറുണ്ട്. പിന്നെ എന്നാന്ന് ചോദിച്ചാൽ, എനിക്ക് മാസം ശമ്പളം കിട്ടുമ്പം അതിൽ നിന്നും ഒരു തുക പാവപ്പെട്ടവർക്ക് ഞാൻ കൊടുക്കാറുണ്ട്. പിന്നെ ഞാൻ അനാഥാലയത്തിൽ ഞാനും എൻ്റെ കൊച്ചും കൂടെ പോയി അവർക്ക് ഭക്ഷണം കൊടുക്കുന്നു. ആശുപത്രികളിൽ പോയി രോഗികളെ സന്ദർശിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. പിന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡ് എന്നും രാവിലെ കേൾക്കാറുണ്ട്. സാക്ഷ്യങ്ങൾ കേൾക്കുകയും അതുപോലെ തന്നെ ഞങ്ങൾ ഡെയിലി ബ്രെഡ് കേൾക്കുകയും അതുപോലെ തന്നെ സാക്ഷ്യങ്ങൾ ഷെയർ ചെയ്യുകയും എല്ലാം ചെയ്യുന്നുണ്ട്. പിന്നെ ബൈബിൾ എന്നും അരമണിക്കൂർ ബൈബിൾ വായിച്ചുകൊണ്ടിരുന്ന അരമണിക്കൂറല്ല, അത് കൂടുതൽ സമയം അമ്മയോട് പ്രാർത്ഥിച്ച് സമയം പോകുന്നത് പോലും അറിയത്തില്ല. പിള്ളേരെന്നാലും വഴക്ക് പറയും, അമ്മയെ സമയം ഒത്തിരി എഴുന്നേരെന്ന് പറയുമ്പോഴാണ് ഞാൻ സമയം ഒത്തിരി ആയല്ലോ എന്ന് പോലും അറിയുന്നത്. അമ്മയോട് നമുക്ക് പറഞ്ഞാൽ പ്രാർത്ഥിച്ചാൽ തീരുകലാത്ത പോലെ കാര്യങ്ങൾ ഞാൻ വൈകിട്ട് അമ്മയോട് പ്രാർത്ഥിച്ചിട്ടാണ്. അമ്മയുടെ അനുഗ്രഹത്താലാണ് ഞാൻ എൻ്റെ കുടുംബവും നിലനിന്ന് പോകുന്നതെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഇനിയും ഞങ്ങളുടെ ജീവിതാവസാനം വരെ അമ്മയുടെ സ്നേഹത്തിൽ നിലനിൽക്കാനാണ് എനിക്കും എൻ്റെ കുടുംബത്തിനും ആഗ്രഹം. അമ്മയുടെ അനുഗ്രഹം ഞങ്ങൾക്കുണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കിയാൽ ഞാൻ അവനെ രക്ഷിക്കും. അവൻ എൻ്റെ നാമം അറിയുന്നത് കൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും. സങ്കീർത്തനം 90:14. നാം ദൈവത്തെ സ്നേഹത്തോടെ പിടിച്ചു നിൽക്കുമ്പോൾ, ദൈവത്തിൽ ആശ്രയിക്കുമ്പോൾ, ദൈവനാമത്തെ അറിയുകയും ബഹുമാനിക്കുകയും ചെയ്യുമ്പോൾ ദൈവം നമ്മുടെ കൂടെയാണ്. നമ്മളെ ഉയർത്തും, നമ്മളെ രക്ഷിക്കും, നമ്മളെ സംരക്ഷിക്കും. ഈശോയും അമ്മയും കൂടെ നിന്ന് സംരക്ഷിക്കുന്ന, ഉയർത്തുന്ന ഒരു വലിയ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമാണ് ബിന്ദു സിബി എന്ന മകൾ നമ്മളോട് ഷെയർ ചെയ്തത്. ഉടമ്പടി ജീവിതത്തിൽ വന്നതിന് ശേഷമുള്ള മാറ്റങ്ങൾ. ഈശോയുടെ അമ്മയോട് ചേർന്ന് നിന്നപ്പോൾ ഒരു മകൾ സ്വന്തം അമ്മയോട് ചോദിക്കുന്ന പോലെയാണ് ഓരോ കാര്യങ്ങളും അമ്മയുടെയും ഈശോയുടെയും കരങ്ങളിലേക്ക് ഈ കുടുംബം സമർപ്പിച്ച് പ്രാർത്ഥിച്ചത്. 4 പ്രാവശ്യം ജർമ്മൻ പരീക്ഷ എഴുതിയിട്ടും പാസ്സാകഞ്ഞപ്പോൾ മോളിവിടെ വന്ന് പ്രാർത്ഥിച്ച് അച്ഛൻ്റെ ബ്ലെസ്സിങ് മേടിച്ച് വീണ്ടും പരീക്ഷ എഴുതി. ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ 40 വർഷത്തെ പൗരോഹിത്യ ജീവിതത്തിലെ ത്യാഗപൂർണമായ പ്രാർത്ഥനാ ജീവിതത്തിൽ നിന്നും ഉള്ള ഒരു അനുഗ്രഹമാണ് നമ്മളുമായിട്ട് ഷെയർ ചെയ്യുന്ന ആ അനുഗ്രഹങ്ങളും പ്രാർത്ഥനകളും. അച്ഛൻ്റെ ബ്ലെസ്സിങ് കിട്ടി മേടിച്ച് പോയി പരീക്ഷ എഴുതിയപ്പോഴാണ് ഈ മകൾ പിന്നീട് ജർമ്മൻ പരീക്ഷ പാസ്സാകാൻ സാധിച്ചത്. പിന്നീട് പാസ്പോർട്ട് കാണാതെ പോയപ്പോൾ ഈ മകൾ വീണ്ടും പ്രാർത്ഥിച്ചു. ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം സാക്ഷ്യം പറഞ്ഞെന്ന് പ്രാർത്ഥിച്ചു. 6 മാസം
ആ പാസ്പോർട്ട് തിരിച്ചു കിട്ടുവാനായിട്ട് കാത്തിരുന്നു. പിന്നീട് ഉടമ്പടി എടുത്ത് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചപ്പോൾ തന്നെ അതിൻ്റെ പിറ്റേ ദിവസം തന്നെ അമ്മ ഒരു വഴി കാണിച്ചു കൊടുത്തു. ഉടമ്പടി ജീവിതം നയിക്കുമ്പോൾ, ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുമ്പോൾ ഈശോയും അമ്മയും നമ്മുടെ കൂടെ ചേർന്ന് നിന്ന് പുതിയ വഴികൾ നമ്മൾ ഓർക്കുക പോലും ചെയ്യാത്ത, നമ്മൾക്ക് കാണ്ട് ഇമാജിൻ, അതായത് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത വഴികളാണ് ഈശോയും അമ്മയും നമുക്ക് തുറന്നു തരുന്നത്. എവിടെ നിന്നോ ഏതോ ഒരു വ്യക്തി ഈ മകളുടെ ഫോൺ നമ്പർ ലഭിക്കുകയും പാസ്പോർട്ട് ഇവിടെ ഉണ്ടെന്ന് അറിയിക്കുകയുമാണ് ചെയ്തത്. ഇതാണ് പരിശുദ്ധ അമ്മയുടെ സാന്നിധ്യം നമുക്ക് മനസ്സിലാകുന്നത്. അമ്മ കൂടെ വന്ന് നമ്മുടെ ആരോ ഏതോ വ്യക്തികളിൽ കൂടെയാണ് അമ്മയുടെ സാന്നിധ്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഈ മകൾ പറയുന്നത് 6 മാസം ഞാൻ കാത്തിരുന്നു. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ പെട്ടെന്ന് ഉടമ്പടി എടുത്ത ഉടനെ എനിക്ക് ആ പാസ്പോർട്ട് തിരിച്ചു നൽകിയെന്നാണ്. ഇത് ഉടമ്പടി മക്കളുടെ ജീവിതത്തിൽ മാത്രമേ കാണാൻ സാധിക്കുന്ന ഒരു കാര്യമാണ് അമ്മയുടെ സാന്നിധ്യവും അമ്മയുടെ അനുഗ്രഹവും. പിന്നീട് വന്നത് 20 വർഷക്കാലം ഇവർ ഒരു സ്ഥലത്തിന് വേണ്ടി നോക്കിയിരുന്നെന്നാണ് പറഞ്ഞിരുന്നത്. ഹൈ റേഞ്ചിൽ വഴിയും സ്ഥലവും ഒരു സൗകര്യവുമില്ലാത്ത ഒരു സ്ഥലത്താണ് ഇവർ കഴിഞ്ഞിരുന്നത്. ഒരു സ്ഥലം നോക്കി 20 വർഷത്തോളം കാത്തിരുന്നു. ഉടമ്പടിയും പുതുക്കുമ്പോൾ നിയോഗം വെച്ച് പ്രാർത്ഥിച്ച് ഒരു സ്ഥലം കണ്ട് ഉടമ്പടി വസ്തുക്കളായ ഉപ്പും ഊട്ടി പ്രാർത്ഥിച്ച് അതിൻ്റെ ഫലമായിട്ടാണ് ഇവർക്കൊരു 10 സെൻറ്റ് സ്ഥലം വാങ്ങുവാൻ സാധിച്ചത്. ദൈവത്തോട് ചേർന്ന് നിന്ന് ആത്മാർത്ഥമായ ബന്ധം, പൂർണ്ണമായ ആശ്രയിക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹങ്ങൾ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. ഈശോ നമ്മെ ഉയർത്തുന്നതും നമ്മുടെ കൂടെ നിൽക്കുന്നതുമായിട്ടാണ് നമ്മൾ കാണുന്നത്. നമുക്ക് ദൈവത്തെ സ്നേഹിക്കാം, ഈശോയുടെ അമ്മയോടും ചേർന്ന് ജീവിതം നയിക്കാം. പ്രത്യേകിച്ച് ഉടമ്പടി ജീവിതം ദൈവത്തിൻ്റെ സംരക്ഷണവും ഉയർത്തലും നമ്മുടെ ജീവിതത്തിലും കാണുവാൻ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ബിന്ദു സിബിയുടെ കുടുംബത്തിനും ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് കരങ്ങളടിച്ച് നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ. ഏഞ്ചൽ മരിയ ബിജു. ഞാൻ വരുന്നത് കോട്ടയം ജില്ല ചങ്ങനാശ്ശേരി അതിരൂപത സെൻറ്റ് മേരീസ് ചർച്ച് മുണ്ടുപാലം ഇടവകയിൽ നിന്നാണ്. ഞാൻ ഉടമ്പടി എടുക്കുന്നത് ഓഗസ്റ്റ് 3-ാം തീയതി 2024 ഞാൻ ഉടമ്പടി എടുക്കാനുണ്ടായ സാഹചര്യം, ഞാൻ +2 കഴിഞ്ഞ് നീറ്റ് ഒരു വർഷം റിപ്പീറ്റ് ചെയ്തായിരുന്നു. അത് കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ടൊക്കെ വന്നു കഴിഞ്ഞിട്ടാണ് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. ഉടമ്പടി എടുത്തു കഴിഞ്ഞാൽ ഞാൻ പതുക്കെ പ്രാർത്ഥനകളും കാര്യങ്ങളും ഒക്കെ ചെല്ലാൻ തുടങ്ങി. എന്നാൽ ഞാൻ സുവിശേഷ പ്രഘോഷണം എൻ്റെ പള്ളികളിൽ മാത്രമേ ഞാൻ പത്രമൊക്കെ കൊടുക്കുകയുള്ളായിരുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ അങ്ങനെയൊന്നും ചെയ്യില്ലായിരുന്നു. പിന്നീട് എനിക്ക് ഗവൺമെൻറ് കിട്ടാനൊരു മാർക്കില്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ ഞാൻ ബ്രില്യൻറ്റ് പാലയിൽ അവിടെ പോയി ഓഫ്ലൈൻ ക്ലാസ്സിന് ചേർന്നു. പക്ഷേ ഞാൻ അവിടെ ഹോസ്റ്റലൊക്കെ പോയി കഴിഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഉടമ്പടി പ്രാർത്ഥനകളും കാര്യങ്ങളൊക്കെ ഞാൻ വീണ്ടും ഉഴപ്പുകയാണ് ചെയ്തത്. ഞാനങ്ങനെ കറക്റ്റായിട്ടൊന്നും പാലിക്കില്ലായിരുന്നു. പിന്നെ പരീക്ഷയ്ക്ക് 1 മാസം മുമ്പ്, അതായത് മെയ്യിലായിരുന്നു ഞങ്ങളുടെ പരീക്ഷ. ഏപ്രിൽ ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കി. അത് കഴിഞ്ഞ് ഞാൻ പ്രാർത്ഥനകളൊക്കെ കറക്റ്റായിട്ട് ചെയ്യാൻ തുടങ്ങി. പക്ഷേ കാരുണ്യ പ്രവൃത്തികളും അതൊന്നും ഞാൻ അപ്പോഴും തുടങ്ങിയിട്ടില്ലായിരുന്നു. അങ്ങനെ എക്സാം കഴിഞ്ഞു. എക്സാം എനിക്ക് ഭയങ്കര ടഫായിരുന്നു. ഞാനപ്പോൾ തന്നെ എൻ്റെ മാർക്ക് കാൽക്കുലേറ്റ് ചെയ്തു. ഏകദേശം 481 സ്കോർ വരുന്നുണ്ടായിരുന്നു. പക്ഷേ പിന്നീട് ഞാൻ വീണ്ടും ഇരുന്ന് ചെക്ക് ചെയ്യുമ്പോൾ വീണ്ടും ആൻസേഴ്സ് തെറ്റുന്നതായിട്ടാണ് എനിക്ക് കണ്ടത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത്രയും വർഷം 2 വർഷം ഞാൻ ഇതിൻ്റെ പുറകെ കഷ്ടപ്പെടുവാണ്, പക്ഷേ അവസാനം ഒരു പ്രയോജനം ഇല്ലാത്ത രീതിയിലേക്ക് അത് വരുവാണ്. അപ്പം ഞാൻ ഇങ്ങനെ കൂടുതലിങ്ങനെ സാക്ഷ്യങ്ങൾ കേൾക്കാൻ തുടങ്ങി. അച്ഛൻ്റെ ഉടമ്പടി ലൈവെല്ലാം ഞാൻ കൃത്യമായിട്ട് കൂടാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് ഉടമ്പടി എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാവാനായിട്ട് അപ്പോഴാണ് തുടങ്ങിയത്. ഞാൻ ചെയ്യുന്നതൊന്നും ശരിയല്ല, ഇങ്ങനെയല്ല ചെയ്യേണ്ടത്. ഞാൻ സുവിശേഷ പ്രഘോഷണമാണെങ്കിലും കൂടുതൽ പൊതുസ്ഥലങ്ങളിലേക്ക് ചെയ്യാനായിട്ട് ഞാനിങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു. കാരണം ഞാൻ സാക്ഷികൾ കേൾക്കുമ്പോൾ ഞാനതൊരു വേസ്റ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ഹൈന്ദവ സഹോദരങ്ങൾ പോലും കർത്താവിന് വേണ്ടി ചെയ്യുന്നത് കണ്ടിട്ട് ഞാനതൊരു വേസ്റ്റാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അങ്ങനെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങളുടെ OMR റിലീസായപ്പം ഞാൻ മാതാവിനോട് എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചു. അങ്ങനെ ഞാൻ വീണ്ടും എനിക്ക് 481 ഉണ്ടായിരുന്നില്ല ആദ്യം ഞാൻ കൗണ്ട് ചെയ്തപ്പോൾ. അതേ മാർക്ക് തന്നെ മാതാവേ, അതിലൊരു മാർക്ക് പോലും
കുറയാതെ എനിക്ക് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ കൗണ്ട് ചെയ്തു. അങ്ങനെ എനിക്ക് ആ കറക്റ്റ് മാർക്ക് തന്നെ മാതാവ് തന്ന് അനുഗ്രഹിച്ചു. അതിൽ ഒരു മാർക്ക് പോലും കുറഞ്ഞിട്ടില്ല. ഇപ്പോൾ റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം എൻ്റെ റാങ്കൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എനിക്ക് ഗവൺമെൻറ് ഒരിക്കലും കിട്ടാൻ പോകുന്നില്ല, അതിനുള്ള റാങ്കൊന്നും എനിക്കില്ല. അപ്പം ഞാൻ ഒരുപാട് വിഷമിച്ചു, എല്ലാം പോയൊരു അവസ്ഥയിലായിരുന്നു. അപ്പോഴാണ് എനിക്കൊരു കോൾ വരുന്നത്. അതെൻ്റെ വല്യമ്മച്ചിയായിരുന്നു. വല്യമ്മച്ചി പറഞ്ഞു, മോളെ ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു, മാതാവും ഈശോയും കൂടെ സംസാരിക്കുന്നത്. മാതാവ് പറയുന്നു എൻ്റെ മോളല്ലേ, ഈശോയെ പറഞ്ഞു എൻ്റെ മോളല്ലേ. എന്നിട്ട് പറഞ്ഞു ഞാൻ അവൾക്കൊരു സീറ്റ് കൊടുക്കും, അത് പക്ഷെ താമസം ഉണ്ടാവും, ഞാൻ അവൾക്കൊരു സീറ്റ് കൊടുക്കുമെന്ന് പറഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞു. പിന്നെ ഞാനിവിടെ ജൂലൈ വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കി രണ്ടാമത്. അതിനുശേഷം ഞാൻ എല്ലാം വളരെ കറക്റ്റായിട്ടാണ് പാലിച്ച, എല്ലാ നിബന്ധനകളും വളരെ കറക്റ്റായിട്ട് ഞാൻ പാലിക്കാൻ തുടങ്ങി. ഞാൻ പത്രമാണെങ്കിലും പൊതുസ്ഥലങ്ങളിൽ വിതരണം ചെയ്യാൻ തുടങ്ങി. എനിക്ക് പണ്ടൊക്കെ അങ്ങനെ ചെയ്യാൻ ഭയങ്കര മടിയായിരുന്നു, പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാൻ തുടങ്ങി. കാരുണ്യ പ്രവർത്തികൾ എല്ലാം സ്റ്റാർട്ട് ചെയ്ത് എല്ലാ പ്രാർത്ഥനകളും എല്ലാം കറക്റ്റായിട്ട് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ഇരിക്കെ ഞാനൊരു ഫംഗ്ഷൻ അറ്റൻഡ് ചെയ്യാൻ പോയപ്പോൾ എല്ലാവരും എന്നെപ്പറ്റി ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ടായിരുന്നു, അതായത് ഇപ്രാവശ്യം കിട്ടുമോ ഇല്ലയോ. അപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമായി. ഞാൻ അവരുടെ മുമ്പ് എന്ത് പറയണമെന്നുമില്ല, എനിക്ക് അറിയത്തില്ലായിരുന്നു. കാരണം എനിക്കറിയാം ഗവൺമെൻറ് എനിക്ക് കിട്ടാൻ പോകുന്നില്ലെന്ന്. അപ്പോൾ അവിടെ കുറേ കൃപാസന പത്രം കിടപ്പുണ്ടായിരുന്നു. ഞാൻ ഒരു വേസ്റ്റ് കൊട്ടയിൽ ഒരു പത്രം ഉണ്ടായിരുന്നു, അത് ഞാൻ എടുത്ത് കളക്ട് ചെയ്ത് പിറ്റേ ദിവസം ഞാൻ എല്ലാവർക്കും കൊണ്ടുപോയി കൊടുത്തു. പിന്നെ ഈ യാത്രയിൽ എനിക്ക് മനസ്സിലായൊരു കാര്യം, നമ്മുടെ കൂടെ എപ്പോഴും കോൺസ്റ്റൻ്റായിട്ട് നിൽക്കുന്ന ഒരാൾ അത് ദൈവം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഇരിക്കെ ഞങ്ങളുടെ ആപ്ലിക്കേഷൻ ഓൾ ഇന്ത്യ രജിസ്ട്രേഷൻ തുടങ്ങി. അപ്പം ഞാൻ മാതാവിനോടൊരു നമ്പർ ചോദിച്ചിട്ടുണ്ടായിരുന്നു, 308. അത് എൻ്റെ ഉടമ്പടി എടുത്ത ഡേറ്റ് വെച്ച് ഞാൻ ഉണ്ടാക്കിയൊരു നമ്പറായിരുന്നു. അപ്പം ഇങ്ങനെ വീട്ടിൽ ഇങ്ങനെ സംസാരം ഉണ്ടായി, അതായത് കുറച്ചും കൂടെ പഠിക്കുമായിരുന്നു, കിട്ടുമായിരുന്നു, അങ്ങനെയാണ്. അപ്പം അതൊക്കെ കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് വിഷമമായി. അപ്പം ഞാനിങ്ങനെ സൈറ്റിൽ കയറി ആപ്ലിക്കേഷൻ കൊടുക്കാനായിട്ട് നോക്കുമ്പോഴാണ് കാണുന്നത് ആ നമ്പർ എൻ്റെ സ്ക്രീനിൽ തെളിഞ്ഞു വന്നു. ഞാൻ മാതാവിനോട് ചോദിച്ച നമ്പർ ആദ്യമായിട്ട് എനിക്കപ്പോൾ കിട്ടുവാണ്. അന്ന് തന്നെ 3 തവണ എനിക്ക് ആ നമ്പർ കിട്ടി. പിന്നെ കേരള രജിസ്ട്രേഷൻ ചെയ്യാൻ പോയപ്പോഴും ഫോൺ ചെയ്തപ്പോഴും 3 തവണ എനിക്ക് ആ നമ്പർ മാതാവ് തന്ന് അനുഗ്രഹിച്ചു. പിന്നീട് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞു എനിക്ക് കിട്ടിയില്ല. ഞാൻ ഡെൻ്റലും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു, ഗവൺമെൻറ് MBBSഉം ഗവൺമെൻറ് BDSഉം രണ്ടും ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ണൂർ ഗവൺമെൻറ് കോളേജ് ഞാൻ വെച്ചിട്ടില്ലായിരുന്നു BDSൽ. അപ്പോൾ രണ്ടാമത്തെ അലോട്ട്മെൻ്റ് ആയപ്പോൾ എൻ്റെ റാങ്കിന് കണ്ണൂർ ഗവൺമെൻറ് കോളേജ് അത് മാത്രം കയറിപ്പോയി. പക്ഷെ ഞാനത് വെച്ചിട്ടില്ലായിരുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് വിഷമിച്ചു, അത് വെച്ചാൽ മതിയായിരുന്നു എന്ന് വിചാരിച്ചു. അപ്പോൾ എനിക്കൊരു വചനം കിട്ടി, ഇത് നിൻ്റെ നാശത്തിന് വേണ്ടിയുള്ളതല്ല ക്ഷേമത്തിന് വേണ്ടിയുള്ളതാണ്. പിന്നെ വേറൊരു വചനം എനിക്ക് കിട്ടി, തിടുക്കം കൂട്ടേണ്ട, നിങ്ങൾ വേഗം ഓടുകയും വേണ്ട, കർത്താവ് നിങ്ങളുടെ മുമ്പേ നടക്കും, ഇസ്രായേലിലെ ദൈവമായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ. അങ്ങനെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് സമയത്ത് എനിക്ക് ഇവിടെ അച്ഛനെ കാണാനായിട്ട് ഒരു അവസരം കിട്ടി. അച്ഛൻ്റെ കൈവപ്പ് പ്രാർത്ഥന എനിക്ക് കിട്ടി. അത് സെപ്റ്റംബർ 8 മാതാവിൻ്റെ തിരുനാളിൻ്റെ അന്നായിരുന്നു. പിന്നെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് കഴിഞ്ഞു, പിന്നെ തേർഡ് കഴിഞ്ഞു, എനിക്ക് കിട്ടിയില്ല. പിന്നെ ഫോർത്ത് അലോട്ട്മെൻറ്റ് ആവാൻ നേരമായപ്പോൾ ഒക്ടോബർ 21-ാം തീയതി ഒരു വിജ്ഞാപനം വന്നു. അതായത് സുപ്രീം കോടതി വിധി വന്നു. BPL സ്കോളർഷിപ്പ്, അത് 2020 ക്യാൻസലായൊരു സ്കോളർഷിപ്പാണ്, വീണ്ടും അത് വന്നു. BPL വിദ്യാർത്ഥികൾക്കായി പ്രൈവറ്റ് കോളേജിൽ അവർക്ക് ട്യൂഷൻ ഫീസ് ഒന്നും ഇല്ലാതെ പഠിക്കാൻ പറ്റും. അപ്പോൾ ഞങ്ങൾക്കത് കേട്ടപ്പോൾ ഒരുപാട് സന്തോഷമായി, കാരണം എനിക്ക് പ്രൈവറ്റിൽ കിട്ടാനുള്ള മാർക്കുണ്ടായിരുന്നു. അങ്ങനെ പക്ഷേ ഒരു പ്രശ്നം ഉണ്ടായിരുന്നത്, നമ്മൾ ആദ്യത്തെ വർഷം അടയ്ക്കേണ്ട ഫീസ് അടയ്ക്കണം, ഏകദേശം 11 ലക്ഷം രൂപയാവും. നമ്മളത് അടച്ചേ പറ്റുള്ളൂ. അപ്പം ഞങ്ങൾ കൊടുക്കാൻ തീരുമാനിച്ചു, പക്ഷേ ഫണ്ടില്ല. അപ്പം മാതാവിൻ്റെ നേർച്ച വസ്തുക്കളൊക്കെ ഉപയോഗിച്ചതിൻ്റെ ഫലമായി ഞങ്ങൾക്കൊരാൾ സ്പോൺസർ ചെയ്തു. 8.5 ലക്ഷം രൂപ ഒരാൾ ഞങ്ങൾക്ക് വേണ്ടി സ്പോൺസർ ചെയ്തു. ബാക്കി പൈസ റിലേറ്റീവ്സും എല്ലാം കൂടി ഒപ്പിച്ച്. അങ്ങനെ ഞാനാണെങ്കിൽ എനിക്ക് അൽ-അസ്സർ മെഡിക്കൽ കോളേജിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി. നവംബർ 15-നാണ് എനിക്ക് അഡ്മിഷൻ കിട്ടിയത്. അത് മാതാവ് എന്നെ നേരത്തെ തന്നെ കാണിച്ചു തന്നായിരുന്നു. ഈ നമ്പർ 308 വെച്ച് എനിക്ക് റിലേറ്റ് ചെയ്ത് കാണിച്ചു തന്നായിരുന്നു. നിനക്ക് ഈ ഡേറ്റിലാണ് അലോട്ട്മെൻറ്റ് വരാൻ പോകുന്നത്. ആ ദിവസം തന്നെ എനിക്ക് അലോട്ട്മെൻറ്റ് വന്നു. ഞാനിപ്പോൾ കോളേജ് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ എൻ്റെ അച്ചാച്ചൻ്റെ ഡയബറ്റിക്സ് രോഗം ഉണ്ടായിരുന്നു. അപ്പം അച്ചാച്ചൻ്റെ കാലിൽ മുട്ടിൻ്റെ താഴോട്ട് ഇങ്ങനെ വ്രണങ്ങൾ വന്നിങ്ങനെ പഴുത്തായിരുന്നു. അപ്പം ഞാനൊരു ദിവസം ഇങ്ങനെ ഉടമ്പടി ലൈവ് കൂടിക്കൊണ്ടിരിക്കുന്ന സമയത്ത്
അച്ഛനിങ്ങനെ പറഞ്ഞ് മുട്ടിന് താഴെ വ്രണമുള്ള ഒരാളെ സുഖപ്പെടുത്തുന്നു എന്ന്. അതെൻ്റെ അച്ചാച്ചനായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഒരു ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ച് അച്ഛൻ്റെ കാല് കരിയുകയുണ്ടായി. പിന്നെ മാതാവിൻ്റെ ഞാനിവിടെ ഉടമ്പടി എടുക്കാൻ നേരം എനിക്ക് സുഗന്ധാഭിഷേകം കിട്ടിയായിരുന്നു ആദ്യമായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കാൻ വന്നപ്പോൾ. പിന്നെ എൻ്റെ തിരിയിൽ ഇങ്ങനെ പൂ പോലെ അങ്ങനെ വന്നായിരുന്നു. പിന്നെ ഒരുപാട് മാതാവിൻ്റെ സാന്നിധ്യം എനിക്ക് കിട്ടിയായിരുന്നു. ഈ എൻ്റെ അച്ചാച്ചൻ്റെ ഒരു സാക്ഷ്യമാണ്, അത് അച്ചാച്ചൻ പറയും. യേശുവെ സ്തോത്രം, യേശുവെ നന്ദി, അമ്മയെ സ്തുതി, അമ്മയെ മഹത്വം. എൻ്റെ ഒരു പ്രകടമായ സാക്ഷ്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മോളുടെ ഉടമ്പടിയുടെ ബലത്തിൽ ഞാനൊരു വ്യക്തിയുടെ നിന്ന് ഒരു 2 ലക്ഷം രൂപ കടം വാങ്ങിക്കുകയുണ്ടായി. കടം എന്ന് പറഞ്ഞാൽ ചിട്ടിയായിട്ടാണ് വാങ്ങിച്ചത്. വാങ്ങിച്ചെങ്കിൽ നമുക്കൊരു 10-75 രൂപ ഞാൻ അടച്ചു കൊടുത്തായിരുന്നു. ഇപ്പം എനിക്കൊരു ബിസിനസ്സായിരുന്നു. ബിസിനസ് ഫ്ലോപ്പായി. പിന്നീട് എനിക്ക് അങ്ങോട്ട് അടയ്ക്കാൻ പറ്റിയില്ല. 4 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ കയ്യിൽ ഒരു ശകലം പൈസ വന്നു. ഞാൻ ആ പൈസയും പിന്നെ ബുക്കുമായിട്ട് അദ്ദേഹത്തെ സമീപിച്ചു. അന്ന് ഉള്ളത് കൊടുത്തേക്കാമെന്ന് പറഞ്ഞ് സമീപിച്ചപ്പം അദ്ദേഹം അത് മേടിച്ചിട്ട് ബുക്കും മേടിച്ചിട്ട് എന്നെ തല്ലി. പ്രത്യേകിച്ചൊരു കാരണമില്ല, തല്ലി ഞാൻ ദൈവത്തെ പ്രതി ഞാൻ ക്ഷമിച്ചു പോന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം 2-3 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് കൊണ്ട് പിന്നെ കോടതി കേസ് ഫയൽ ചെയ്തു. 2 ലക്ഷം രൂപയ്ക്ക് 4 ലക്ഷം രൂപ ഫയൽ ചെയ്തു. കേസുമായിട്ടൊരു 3 വർഷം മുന്നോട്ട് പോയി. 3 വർഷം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പം കോടതി വിസ്താരം തുടങ്ങി. അദ്ദേഹത്തെ വിസ്തരിച്ചപ്പം പിന്നെ കോടതി തെളിവാണല്ലോ വേണ്ടത്. വിസ്തരിച്ചപ്പോൾ അദ്ദേഹത്തോട് ചോദിച്ചു, ഈ 4 ലക്ഷം രൂപ എങ്ങനെയാണ് നിങ്ങൾ അദ്ദേഹത്തിന് കൊടുത്തതെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ലോൺ എടുത്ത് കൊടുത്താന്ന് പറഞ്ഞു. അതിന് പ്രൂഫ് ഉണ്ടോയെന്ന് ചോദിച്ചു. പ്രൂഫ് ഉണ്ടോയെന്ന് പറഞ്ഞു. അത് എന്നാൽ പിന്നെ അത് സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞ് അടുത്ത കോടതി കൂടുമ്പോൾ സബ്മിറ്റ് ചെയ്യാൻ പറഞ്ഞു. അപ്പോൾ അത് അവർക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല. ആ കോടതി വിധി എനിക്ക് അനുകൂലമായിട്ട് വന്നു. ആ കേസ് തള്ളിപ്പോയി. അത് അമ്മ മാതാവിൻ്റെയും തിരുക്കുമാറിൻ്റെയും വലിയ അനുഗ്രഹം കൊണ്ടാണ്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ ചെയ്യാറുള്ളത് ഇവിടുത്തെ പത്രങ്ങൾ മേടിച്ച് ഓട്ടോ സ്റ്റാൻഡ്, ബസ് സ്റ്റാൻഡ്, അതുപോലെ ഹോസ്പിറ്റൽസ്, വീടുകളിൽ കയറി കൊടുക്കാറുണ്ട്. അങ്ങനെ എല്ലാ പൊതുസ്ഥലങ്ങളിലും കയറി എൻ്റെ സാക്ഷ്യം പറഞ്ഞാണ് ഞാൻ കൊടുക്കാറുള്ളത്. പിന്നെ എൻ്റെ MBBS കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എല്ലാവരോടും ആരെന്നോട് എന്ത് പഠിക്കുകയാണെന്ന് ചോദിച്ചാലും ഞാൻ പറയും കൃപാസന മാതാവ് കാരണമാണ് എനിക്കിവിടെ അഡ്മിഷൻ കിട്ടാനായിട്ട് ഇടയായത്. അങ്ങനെ ഞാൻ പത്രം കൊടുക്കുമ്പോഴാണെങ്കിൽ എല്ലാവരോടും പറഞ്ഞാണ് കൊടുക്കാറുള്ളത്. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാനൊരു ഓൾഡ് ഏജ് ഹോമിൽ പോയി അവിടെ രോഗികൾക്ക് തൈലമൊക്കെ പുരട്ടി കൊടുക്കും. പിന്നെ അവിടെ ബാലികാഭവനിൽ പിള്ളേർക്ക് ട്യൂഷനൊക്കെ ഞാൻ എടുത്ത് കൊടുക്കും. അങ്ങനെയൊക്കെ ഞാൻ ചെയ്യുമായിരുന്നു. അമ്മ മാതാവിനെ ഈശോയ്ക്ക് ഒരുപാട് നന്ദി. വിശുദ്ധ പൗലോസ്ലീഹ കൊറിന്തോസ്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 6-ാം അധ്യായം 2-ാം തിരുവചനം. സ്വീകാര്യമായ സമയത്ത് ഞാൻ നിൻ്റെ പ്രാർത്ഥന കേട്ടു, രക്ഷയുടെ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുകയും ചെയ്തു. ഇതാ ഇപ്പോൾ സ്വീകാര്യമായ സമയം, ഇതാ ഇപ്പോൾ രക്ഷയുടെ ദിവസം. ഏഞ്ചൽ മരിയ എന്ന മകളും അവളുടെ പപ്പ ബിജുവും കൂടിയാണ് ഈ സാക്ഷ്യം നമ്മോട് ഏറ്റുപറഞ്ഞത്. ഈ സാക്ഷ്യത്തിൻ്റെ ഏറ്റവും മനോഹാരിത ഇതാണ്: നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. ഈ മകൾക്ക് വേണ്ടി പരിശുദ്ധ അമ്മ തന്നെ ഒരു വലിയ നിയമം ഗവൺമെൻറ്റിൽ കൊണ്ടുവന്നതായിട്ട് ഈ മകൾ പറയുകയുണ്ടായി. മകൾ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. 308 എന്നൊരു ഡേറ്റ് മകൾ തന്നെ ക്രിയേറ്റ് ചെയ്ത് മാതാവിനോട് പറഞ്ഞു, ഇതുമായി ബന്ധപ്പെട്ടായിരിക്കണം എൻ്റെ എല്ലാ കാര്യങ്ങളും എന്ന് അമ്മയോട് പറഞ്ഞപ്പോൾ, ഉടമ്പടിയിൽ നിലനിൽക്കുന്നവർക്ക് എത്ര തന്നെ നാം അകന്നുപോയാലും പരിശുദ്ധ അമ്മ നമ്മെ കൂട്ടിച്ചേർക്കുന്ന, നമ്മെ രക്ഷിക്കുന്ന, നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കുന്ന ഒരു വലിയ സാക്ഷ്യമാണിത്. നീറ്റ് എക്സാം പാസ്സായി MBBS പഠിക്കാനുള്ള സാമ്പത്തിക സ്ഥിതി ഇല്ലാതിരുന്ന സമയത്ത് BPL കുട്ടികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന ഒരു പ്രൈവറ്റ് കോളേജിൽ ഫീസില്ലാതെ പഠിക്കാൻ സാധിക്കുമെന്ന ഒരു കഴിഞ്ഞു പോയ റദ്ദാക്കിയ ഒരു തീരുമാനത്തെ ഗവൺമെൻറ് വീണ്ടും കൊണ്ടുവന്ന ഒരു വലിയ സഹായത്തിൻ്റെ സാക്ഷ്യമാണിത്. പരിശുദ്ധ അമ്മ എവിടെയെല്ലാം അതുപോലെ തന്നെ പപ്പയുടെ ഒരു വലിയ കേസിൽ പ്രൂഫില്ലാതെ തള്ളിപ്പോകേണ്ടി വന്നു. അദ്ദേഹത്തിൻ്റെ സങ്കടങ്ങളുടെ എല്ലാം പരിശുദ്ധ അമ്മ ഈശോയുടെ മാധ്യസ്ഥം അപേക്ഷിച്ച് ഈശോ തന്നെ ഒരു വലിയ രക്ഷകനായി അവർക്ക് വേണ്ടി പ്രതികൂട്ടി നിൽക്കുന്ന ഒരു വലിയ സാക്ഷ്യമായിരുന്നു ഇത്. നാം എത്ര തന്നെ സങ്കടത്തിലായാലും, നാം ഏതെല്ലാം അവസ്ഥയിലായാലും, നാം പരിശുദ്ധ അമ്മയുടെ നേർച്ച വസ്തുക്കളുമായി ഏതൊരു പ്രതികൂല സാഹചര്യത്തെയും അഭിമുഖീകരിക്കുമ്പോഴും അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കും. അമ്മ നമുക്ക് സാമീപ്യം നൽകുമെന്നുള്ളതിൻ്റെ വലിയ ഒരു തെളിവാണിത്. സമയച്ചുരുക്കത്തിൻ്റെ അമ്മ സമയഘടികാരം ചാർത്തി നമ്മോട് പറയുന്നത്, ഞാനുണ്ട് നിങ്ങൾക്ക് മധ്യസ്ഥം അപേക്ഷിക്കാനായി. എൻ്റെ മകൻ മരിച്ച് ഉയർത്തെഴുന്നേറ്റത് നിങ്ങൾക്ക് രക്ഷ നൽകാനാണ്. നമുക്ക് ആ രക്ഷയിൽ, രക്ഷകനായ യേശുവിൽ പൂർണ്ണമായി വിശ്വസിച്ചുകൊണ്ട് നമുക്കെപ്പോഴും പരിശുദ്ധ അമ്മയോട് മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ടിരിക്കാം. ഈശോ നമ്മെ എപ്പോഴും നിത്യതയിലേക്ക് ആനയിക്കും.
ഏഞ്ചൽ മേരിക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈശോയ്ക്കും പരിശുദ്ധ അമ്മയ്ക്കും നല്ലൊരു കൈയടി നൽകി സാക്ഷി നമുക്ക്